നമ്മുടെ കാരണഭൂതൻ നയിക്കുന്ന നവകേരള ബസ് യാത്ര കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും കഴിഞ്ഞ് ജൈത്രയാത്ര തുടരുകയാണ്. ഇതിന് പോകുന്ന സ്ഥലത്തൊക്കെ വലിയ സ്വീകരണമാണ്. പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വിപ്ലവ ഗീർവാണം കേൾക്കാനായിട്ട് തടിച്ചു കൂടുന്നത്. അതിലധികവും തൊഴിലുറപ്പുകാരാണ്, കുടുംബശ്രീ പ്രവർത്തകരാണ്, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, മറ്റ് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തകരാണ്, പിന്നെ പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കന്മാർ, അങ്ങനെ വലിയൊരു പുരുഷാരം എല്ലായിടത്തും എത്തുന്നുണ്ട്. ഇവർ കേൾക്കുന്നവരൊക്കെ പ്രസംഗത്തിൻ്റെ ഓരോ വാചകത്തിനും കൈയടിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ്. ആ നവകേരള ബസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുന്ന കാണാൻ തന്നെ എന്തൊരു രസമാണ്. അതിൻ്റെ പുറകെ നിരവധി സർക്കാർ കാറുകൾ, നെറ്റിപ്പട്ടം കെട്ടിയതും കെട്ടാത്തതുമായിട്ടുള്ള നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോട്ടാണ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നത്. ആ കാഴ്ച കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. അപ്പോൾ ഇങ്ങനെ ഈ നവകേരള ബസ് യാത്ര പുരോഗമിക്കുമ്പോൾ ഇതിനോട് കണ്ണിക്കടിയുള്ള ഒരു നല്ല വിഭാഗം ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ നമ്മുടെ പ്രതിപക്ഷ പാർട്ടിക്കാരാണ്. ബി ജെ പിക്കാരെ കൊണ്ട് വലിയ ഉപദ്രവമില്ല. ബി ജെ പിക്കാർ ഇത് കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം. കാരണഭൂതൻ്റെ പ്രശസ്തി ഉത്തരോത്തരം വർദ്ധിക്കണം, അദ്ദേഹത്തിൻ്റെ ഭരണം കേരളത്തിൽ തുടരണം, എന്നാൽ മാത്രമേ ബി ജെ പിക്ക് ഭാവിയുള്ളൂ എന്നാണ് അവരുടെ വിചാരം. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയല്ല, അവർക്ക് ഇത്ര സഹിഷ്ണുതയില്ല. അവർ പോകുന്ന സ്ഥലത്തൊക്കെ ഇദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുന്നുണ്ട്. കരിങ്കൊടി കാണിക്കുന്നവരെയൊക്കെ പോലീസുകാർ തല്ലുന്നുണ്ട്. പോലീസുകാർ തല്ലി കഴിഞ്ഞ് ബാക്കി ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനമുണ്ട്. അത് കണ്ണൂർ ജില്ലയിലും മറ്റും നടന്നതിനേക്കാളും ഗംഭീരമായിട്ടാണ് എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ നടന്നത്. ആലപ്പുഴയിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട് കയറി തല്ലുന്നത് പോലെയുള്ള കലാപരിപാടികൾ നടന്നു. കാരണം ഈ കെ എസ് യുക്കാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രം തല്ലിയിട്ട് കാര്യമില്ല, മൂത്ത കോൺഗ്രസ്സുകാരെയും തല്ലണം, അവരുടെ ജീവനെ രക്ഷിക്കണം എന്ന രീതിയിലാണ് പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും CITUകാരും കൂടി ഒരു കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ കയറി വലിയ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ഗൃഹോപകരണങ്ങൾ തല്ലി ഉടച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാലിൻ്റെ മുട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ദേഹോദരം ഏൽപ്പിച്ചു. പോലീസുകാർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ജീവനരക്ഷാ പ്രവർത്തനം സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത്, നിങ്ങളിത് കേൾക്കുന്ന സ്ഥലത്ത് ഇവർ എത്ര ജീവനരക്ഷാ പ്രവർത്തനം നടത്തേണ്ടതെന്ന് നമുക്കറിയില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പയ്യോളിയിൽ ആദ്യമായിട്ട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ സഖാക്കളെ അവർ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർ രക്തഹാരം അണിയിച്ച് സ്വീകരിക്കുന്നതിൻ്റെ പടവും കാണാൻ കഴിയും. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർക്ക് മത്സരിക്കാനായിട്ട് മുൻഗണന കൊടുക്കും, അല്ലെങ്കിൽ സഹകരണ ബാങ്കിലേക്ക് ഇവർക്ക് ആയിരിക്കും പ്രിയോറിറ്റി കിട്ടുക. അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമനങ്ങൾ വരുമ്പോൾ ഈ സഖാക്കൾ അവർ പ്രത്യേകമായിട്ട് പരിഗണിക്കും. കാരണഭൂതനെ കരിങ്കുടി കാണിച്ചവരെ ജീവൻ രക്ഷിച്ച് മാതൃക കാണിച്ച തീര സഖാക്കളാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇനി പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനമാനങ്ങളിലൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിലും, സഹകരണ ബാങ്കിലേക്ക് മത്സരിക്കാനാണെങ്കിലും ഒക്കെ മുൻഗണന കിട്ടും. അതേ മാതൃകയാണ് ഇപ്പോൾ എല്ലായിടത്തും പിന്തുടർന്ന് വരുന്നത്. വടക്കൻ ജില്ലകളെക്കാളും കടുത്ത ജീവൻ രക്ഷാ പ്രവർത്തനത്തോടെ തെക്കൻ ജില്ലകൾ നടക്കുന്നത്. അവിടെ ഇതിൽ പങ്കെടുത്തവരെ മാത്രമേ ജീവൻ രക്ഷിച്ചിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും കതറിട്ടവരെ എല്ലാം സഖാക്കൾ ജീവൻ രക്ഷിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് മുന്നേറുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ഇതിൽ മനപ്രയാസമുണ്ട്. നമ്മുടെ ഉന്നത നീതിപീഠം എന്ന് പറയപ്പെടുന്ന കേരള ഹൈക്കോടതിയിലെ ചില ന്യായാധിപന്മാർക്കും ഈ ജനമുന്നേറ്റ യാത്രയുടെ, ഈ ജനമുന്നേറ്റ ബസ്സിൻ്റെ ഈ പ്രയാണം അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് പറഞ്ഞ കോടതിയെ ലക്ഷ്യമാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇതിന് പ്രതികൂലമായ പല ഉത്തരവുകളും വന്നു. ആദ്യം സ്കൂൾ കുട്ടികളെ ചടങ്ങിൽ പങ്കെടുപ്പിക്കരുത്, സ്കൂൾ ബസ്സുകൾ വിട്ടുകൊടുക്കരുത് എന്നൊരു ഉത്തരവ് വന്നു. അപ്പോൾ സംഘടകർ കുറച്ചൊന്ന് വിഷമിച്ചു. മിക്കവാറും സ്വകാര്യ ബസ്സുകളെയാണ് ഇവർ ആശ്രയിച്ചിരുന്നത്. അത്യാവശ്യം സ്കൂൾ ബസ്സിനെയും ഉപയോഗിച്ചിരുന്നു. സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാവും, സ്കൂളിൽ ഇതിന് അവധി കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് കൊടുക്കരുത് എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ കളക്ടർമാർ മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ യാത്ര വരുന്ന ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. പിന്നെ സ്കൂൾ ബസ്സിന് വേണ്ടി ഉപയോഗിക്കാമല്ലോ, അതിന് കുഴപ്പമില്ല. അടുത്തായിട്ട് ഈ കാരണഭൂതൻ്റെ എഴുന്നള്ളത്ത് കാണാനായിട്ട് കുറച്ച് കുട്ടികൾ റോഡ് സൈഡിൽ നിന്ന് കൈ വീശി കാണിച്ചു. അത് കണ്ടപ്പോൾ കോടതിക്ക് വീണ്ടും കലശലായ ശുണ്ഠി വന്നു. എന്തിനാണ് ഈ കുട്ടികളെ പൊരി വെയിലത്ത് നിർത്തിയത്?
നിങ്ങളുടെ സ്വന്തം കുട്ടികളാണെങ്കിൽ ഇങ്ങനെ നിർത്തുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു. സ്വന്തം കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ കാരണഭൂതൻ്റെ ബസ് യാത്ര കാണുമ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ പട്ടം താണുള്ള സാറ് തിരുവിതാംകൂർ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽക്ക് ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലം വരെ ഒരാൾക്കും ഇതുപോലൊരു ബസ് യാത്ര നടത്തണമെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഒരു സ്കൂളിലെ കുട്ടികൾക്കും ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഈ ഭാഗ്യം കൊണ്ടാണ് കുട്ടികൾ അവരുടെ ഒരു ചരിത്രപരമായ ദൗത്യം നിറവേറ്റാനാണ് റോഡ് സൈഡിൽ നിന്നും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കൈവീശി കാണിച്ചു, ഇദ്ദേഹത്തിന് സിന്ദാബാദ് വിളിച്ചു. പക്ഷേ കോടതി അത് മറ്റൊരു രീതിയിലാണ് എടുത്തത്. കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിച്ചു, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ദാണ്ടെ കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി എന്ന സ്ഥലത്ത് പരബ്രഹ്മത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ഇത് നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ്റെ കുന്നത്തൂർ മണ്ഡലത്തിലാണ്. കുന്നത്തൂർ മണ്ഡലത്തിൽ അങ്ങനെ മറ്റ് അവൈലബിളായിട്ട് നല്ല സ്ഥലങ്ങളൊന്നും കാണാത്തതുകൊണ്ട് എന്തും സംഘാടകർ ഈ നവകേരള ബസ് യാത്രയ്ക്ക് വേദി ഒരുക്കിയത് ഈ കുന്നത്തൂരെ ഈ ചക്കുവള്ളിയിലെ പരബ്രഹ്മോദയ ക്ഷേത്രത്തിലാണ്. അതിനോട് ചേർന്നൊരു സ്കൂളുമുണ്ട്. സ്കൂളിൻ്റെ മൈതാനത്ത് എന്നാണ് സങ്കല്പം. പക്ഷേ ക്ഷേത്രമുറ്റത്ത് തന്നെയാണ്. ക്ഷേത്രമുറ്റത്ത് ഇങ്ങനെ പന്തൽ കെട്ടി വലിയ സ്റ്റേജ് കെട്ടി പന്തലൊക്കെ ഇട്ട് തോരണം തൂക്കി കാരണഭൂതൻ്റെ മറ്റ് 20 മന്ത്രിമാരുടെ പടം വച്ച് ഫ്ലെക്സൊക്കെ സ്ഥാപിച്ച് ഇത് ഗംഭീരമായിട്ട് നടത്തുന്നു എന്ന് കേട്ടപ്പോൾ സ്ഥലത്തുള്ള ചില കുബുദ്ധികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവർ മിക്കവാറും BJP-ക്കാരായിരിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെയായിരിക്കും. ഏതായാലും അവർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി കൊണ്ട് ബോധിപ്പിച്ചു. അത് ദേവസ്വം ബെഞ്ചിലാണ് വന്നത്. മറ്റേ ബെഞ്ചിലാണെങ്കിൽ പിന്നെ പോട്ടെന്ന് വെച്ചാൽ ഈ ദേവസ്വം കേസുകൾ കേൾക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജിയാണ്. അത് മുമ്പ് കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന KK നരേന്ദ്രൻ അവരുടെ മകനാണ്. ഇദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ വന്നു. അദ്ദേഹം ഈ ദേവസ്വ കാര്യങ്ങളിലൊക്കെ വലിയ നിഷ്കർഷമുള്ള ആളാണ്, കടുപ്പക്കാരനാണ്. ദേവസ്വം വക ആരും കട്ടുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല. പൂജാരിമാർ, മേൽശാന്തിമാർ എല്ലാവരും കൃത്യമായിട്ട് ജോലി ചെയ്യണം. ക്ഷേത്ര ഉപദേശക കമ്മിറ്റിക്കാർ നടത്തുന്ന കൊള്ള അനുവദിക്കുകയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ക്ഷേത്ര മൈതാനത്ത് അല്ലെങ്കിൽ ക്ഷേത്ര മുറ്റത്ത് ഒരു പന്തലിട്ട് നവകേരള സദസ്സ് ഒരുക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളെ ബാധിക്കും, ദീപാരാധനയ്ക്ക് മണിയടിക്കുമ്പോൾ കേൾക്കുകയില്ല, കാരണഭൂതൻ്റെ പ്രസംഗം കൊണ്ട് ഇത് പരബ്രഹ്മത്തിന് മനപ്രയാസം ഉണ്ടാവും എന്നൊക്കെയാണ്. അങ്ങനെ പരബ്രഹ്മത്തിൻ്റെ ക്ഷേത്രത്തിൽ പോലും ഇത് നടത്താൻ പറ്റും, പിന്നെ മഹാവിഷ്ണുവിൻ്റെ പരമശിവൻ്റെ ക്ഷേത്രത്തിൽ നടത്താൻ പറ്റുമോ? അത് വലിയ ബുദ്ധിമുട്ടാവും. ഏതായാലും അദ്ദേഹം അതിന് അനുമതി നിഷേധിച്ചു. ഇപ്പോൾ ഇത് പകുതി പണിഞ്ഞ സ്റ്റേജൊക്കെ പൊളിച്ചുകൊണ്ട് കൊണ്ട് വേറൊരു സ്ഥലം കണ്ടെത്തേണ്ട വലിയ ഉത്തരവാദിത്തത്തിലാണ് സംഘാടകന്മാരാകെ വിഷമിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി കടന്ന് അധികം വൈകാതെ കൊല്ലത്തേക്ക് എത്തും. അതിന് കൊല്ലം കഴിഞ്ഞിട്ടാണ് പത്തനംതിട്ട എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ 13-ാം മണിക്കൂറിൽ ഇങ്ങനൊരു ഉത്തരവ് പാസ്സാക്കിക്കൊണ്ട് നവകേരള യാത്രയ്ക്ക് അള്ളു വയ്ക്കുകയാണ് കേരള ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു സ്കൂളിൻ്റെ മതിൽ പൊളിച്ചപ്പോഴും ജഡ്ജിമാർ ചോദിച്ചു, എന്തിനാണ് സ്കൂളിൻ്റെ മതിൽ പൊളിച്ച്? മതിൽ പൊളിക്കാതെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും നടന്നു പോയിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇവരെ ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചേക്കണം. അല്ല, വോട്ട് ചെയ്ത് ജയിച്ചാൽ പിന്നെ അവർ പൊന്നു തമ്പരാക്കന്മാരാണ്, അവർക്ക് നടന്നു പോകാനൊന്നും പറ്റുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ മതിൽ പൊളിക്കും, ചിലപ്പോൾ സ്കൂൾ തന്നെ പൊളിക്കും, വേണ്ടി വന്ന സെക്രട്ടേറിയറ്റ് പൊളിക്കും. എറണാകുളം കഴിഞ്ഞു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മതിൽ പൊളിച്ചാണ്. അതൊക്കെ ചെയ്യാനുള്ള അധികാരം നമ്മുടെ മന്ത്രിമാർക്കുണ്ട്. പൊളിച്ച മതിൽ അവർ ആരെക്കൊണ്ടെങ്കിലും ഇത് കെട്ടിക്കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. അതൊക്കെ ഈ നവകേരളത്തിൻ്റെ ഭാഗമാണ്. ഈ നവകേരള നിർമ്മാണം എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മുടെ ജഡ്ജിമാർക്ക് യാതൊരു ധാരണയില്ല. അതുകൊണ്ടാണ് പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഇങ്ങനെ ഒരു സദസ്സ് നടത്താൻ പാടില്ല. അത് പരബ്രഹ്മത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, മേൽശാന്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കഴകക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, തൊഴാൻ വരുന്ന ഭക്തന്മാർക്ക് പ്രയാസം ഉണ്ടാവും എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് 5 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു സദസ്സ് ഇദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി നടത്തിയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ അവിടെ വലിയ ശബ്ദത്തിൽ എന്തോ പ്രാർത്ഥനയോ പൂജയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഏറ്റെടുന്നു. ആ സമയത്ത് ഈ നമ്മുടെ നവകേരള നായകന് ശുണ്ഠി വന്നു, ക്ഷേത്രത്തിൽ നിന്നുള്ള ആ മൈക്കിൻ്റെ ഉപയോഗം കേട്ടിട്ട്. അപ്പോൾ തന്നെ സഖാവ് ശിവൻകുട്ടി അവിടെ ചെല്ലുകയും അതിൻ്റെ വയറ് പിടിച്ച് വലിച്ച് പൊട്ടിക്കുകയും ചെയ്തു. ഭക്തന്മാർക്ക് മനസ്സിന് പ്രയാസമുണ്ടായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ പല അതിക്രമങ്ങളുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് സർക്കാർ. അതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് ഇത്തവണ മന്ത്രിയാവാൻ പറ്റിയത്. കാര്യം
ഈ മൈക്ക് സെറ്റിൻ്റെ വയറ് പിടിച്ച് വലിച്ച് പൊട്ടിച്ചതുകൊണ്ട് ഒരു പക്ഷേ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് അദ്ദേഹത്തോട് എതിർപ്പുണ്ടായി കാണും. പക്ഷേ കാരണഭൂതന് ഇദ്ദേഹത്തോടുള്ള മതിപ്പ് വർദ്ധിച്ചു. അതുകൊണ്ട് ശിവൻകുട്ടി ഇത്തവണ ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കി. അല്ലാണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയാകാനായിട്ട് വിദ്യാഭ്യാസം ഉള്ള ആരും ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, വിദ്യാഭ്യാസ വകുപ്പ് നന്നാക്കി എടുക്കുന്നത് ശിവൻകുട്ടി തന്നെ വേണം എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നി. അങ്ങനെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സദസ്സ് നടത്തുമ്പോൾ ഈ പരിപാടിക്ക് അള്ളു വയ്ക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇത് കേൾക്കുന്ന ആളുകളിൽ ചിലർക്കെങ്കിലും, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക്, സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്കൊന്നും അള്ള് എന്താണെന്ന് മനസ്സിലാവില്ല. ഈ അള്ള് എന്ന് പറയുന്നത് അത് ചരിത്രപരമായ ഒരു കണ്ടുപിടുത്തമാണ്. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ പഠിക്കും. കണ്ടുപിടുത്തങ്ങളുടെ കാലം, ഈ എന്താണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ലോകത്തെ വലിയ പുരോഗതിയിലേക്ക് നയിച്ച ഒരു വലിയ കണ്ടുപിടുത്തമാണ് അള്ള്. മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ കേരളത്തിന് നൽകിയ ഏറ്റവും മൗലികമായ സംഭാവന എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുക അള്ളാണ്. അള്ളെന്ന് പറയുന്നത് 4 ആണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതിന് എങ്ങനെ ഇത് നിലത്തിട്ടാലും ഒരാണി മേലോട്ടേക്കായിരിക്കും. ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ ഈ KSRTC ബസ്, പണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ സമരം നടക്കുന്ന കാലത്ത് കണ്ടുപിടിച്ചാണ്. KSRTC ബസ് വരുമ്പോൾ അള്ള് റോഡിലിടും. അതിൻ്റെ ഈ അള്ളിൻ്റെ പുറത്ത് ബസ്സിൻ്റെ ടയർ കയറുമ്പോൾ ഒരാണി മുകളിലേക്ക് ഇടല്ലോ, ആ ടയർ പൊട്ടും. അങ്ങനെ ആ ബസ് വഴി കിടക്കും. യാത്രക്കാർ ബുദ്ധിമുട്ടും. യാത്രക്കാർ ഇറങ്ങി റോട്ടിൽ നിൽക്കേണ്ടി വരും. അന്ന് ഇന്നത്തെ പോലെ കാക്കത്തോളായിരം കാറോ ഓട്ടോറിക്ഷയോ ഒന്നുമുള്ള കാലമല്ല. അപ്പോൾ ഏതെങ്കിലും ഊടുവഴിയിൽ വെച്ചിട്ട് ഇവർ ഇതിന് അള്ളു വെച്ച് കഴിഞ്ഞാൽ ബസ് റോട്ടിൽ കിടക്കും. KSRTCക്ക് വലിയ നഷ്ടം ഉണ്ടാവും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ പുരോഗതി ഉണ്ടാവും. ആ പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് ഉത്തരോത്തരം വർദ്ധിക്കും. അപ്പോൾ ആ സാധനമാണ് അള്ള്. ഇവിടെ ഹൈക്കോടതി ഈ ഉത്തരവ് വഴിക്ക് നവകേരള ബസ്സിന് അള്ളു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇത് കേട്ട് ജസ്റ്റിസ് അനിൽ നരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ജഡ്ജിയും മറ്റൊരു തരത്തിൽ ഇത് കണക്കാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ പോലും കോടതിയോടുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല പറഞ്ഞത്, കാരണഭൂതനോടുള്ള ബഹുമാനം കൂടുതൽ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട കോടതി ഉത്തരവുകളൊക്കെ പാസ്സാക്കുമ്പോൾ അല്പം കൂടി സംയമനവും സമചിത്തതയും കാണിക്കണം. കാരണം ഇതുപോലുള്ള ഈ പല യാത്രകൾ ഇനി പുറകെ വരും. ഇപ്പോൾ അമ്മോശൻ്റെ യാത്രയാണ് വരുന്നത്. മരുമോൻ്റെ കാലത്ത് ഇതിനേക്കാൾ വലിയ അതിഗംഭീരമായ രഥയാത്ര പോലത്തെ പല പരിപാടികളും നടക്കും. അപ്പോൾ കോടതികൾ ഇനി വരുന്ന ജഡ്ജിമാരുമൊക്കെ ഈ കാര്യത്തിൽ അല്പം കൂടി മിതത്വം പാലിക്കണം. അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോകുന്ന ദിവസം പ്രതീകാത്മകമായിട്ട് നാട് കടത്തുകയോ അല്ലെങ്കിൽ സർവീസിലിരിക്കുമ്പോൾ തന്നെ ഇവർ സംഘപരിവാറുകാരാണെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തും. സൈബർ സ്പേസിൽ വലിയ ആക്രമണം ഉണ്ടാകും. അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം വിനയപൂർവ്വം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടി ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. കാരണഭൂതൻക്ക് ജയ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.